മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധി. യേശു ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാണെന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം ഇസ്രായേൽ മക്കൾക്കാർക്കും മനസ്സിലായില്ല. പക്ഷേ ഒരു ജാതീയനായ ശതാധിപന് മനസ്സിലായി. അവൻ പറഞ്ഞു, ഐ നോ ഹൂ യു ആർ ദ സൺ ഓഫ് ഗാഡ്. എനിക്കറിയാം നീ ആരാണെന്ന്, നീ ദൈവത്തിന്റെ പുത്രനാണെന്നറിയാം. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ദാസന് സൗഖ്യമാകും. അതിനുവേണ്ടി നീ വലിയ കാര്യങ്ങളൊന്നും കാണിക്കണമെന്ന് എനിക്ക് ചിന്തയില്ല. ഐ നോ ഹൂ യു ആർ, ഐ നോ യു ആർ ദ സൺ ഓഫ് ഗാഡ്. നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതറിയാവുന്ന ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കാൻ ജീസസ് വാസ് ജസ്റ്റ് സെൻഡിങ് എ വേർഡ്. ഒരു വാക്ക് കൊടുത്തതേ ഉള്ളൂ. പക്ഷെ പത്രോസിന്റെ അമ്മാവിയമ്മ ഒരു പാവം സ്ത്രീയല്ലേ, അവരെ കൈക്കൊക്കെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു ഓക്കെ. കാര്യം അവർക്കൊരു സാന്ത്വനം ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കി യേശു ഇടപെടുകയാണ്. എന്നാൽ കുഷ്ഠരോഗിയുടെ കാര്യം അതല്ല. കുഷ്ഠരോഗിയുടെ പ്രശ്നം അവന്റെ രോഗത്തെക്കാൾ ഉപരി അവൻ അനുഭവിക്കുന്നതായ സമൂഹത്തിലെ എന്താണ് പരിത്യക്തതയാണ്. അല്ലെങ്കിൽ ആളുകൾ അവനെ അടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അവൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. ആരെങ്കിലും അവനെ കണ്ടാൽ ഓടും. കാര്യം അറിയാതെങ്കിലും അവനെ സ്പർശിച്ചു പോയാൽ സ്പർശിക്കുന്നവൻ അശുദ്ധനായിത്തീരും എന്നുള്ളതാണ് പ്രത്യേകത. സ്പർശിക്കുന്നവൻ അശുദ്ധനായിത്തീരും. അപ്പൊ നോർമലി ഈ കുഷ്ഠരോഗികൾ ചില സമയത്തൊക്കെ നമ്മൾ ചെന്നാൽ പോലും, ഞാൻ കുഷ്ഠരോഗികളുടെ ആശ്രമത്തിലും മറ്റും പോയിട്ടുണ്ട് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി. ഗ്വാളിയോട് ഞാൻ ഒരു വർക്കുണ്ട്. അപ്പോൾ ഗ്വാളികളിൽ ഞാൻ ഈ സമയത്ത് കുഷ്ഠരോഗികളുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവർ നമുക്ക് കൈ തരാൻ പോലും വരാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുമ്പോഴേ ഒന്ന് എന്താണ്, ബിക്കോസ് അവരുടെ മുറിഞ്ഞ വിരലുകളും ഒക്കെ വെച്ചുകൊണ്ട് അവർ കൈകൂപ്പിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവർ കൈ തരാത്തതെന്നാണ്. കൈ തന്നാലും മിക്കവരും എന്ത് ചെയ്യത്തില്ല, കൈ കൊടുക്കത്തില്ല. അപ്പൊ എംബരാസ്മെന്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നില്ല, അവർ കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചോണ്ടാണ് നടക്കുന്നത്, വരുന്നത് തന്നെ. ഐ വാസ് ജസ്റ്റ് ആസ്കിങ് മൈസെൽഫ്, ഇഫ് ജീസസ് വാസ് കമ്മിങ് ഹിയർ, യേശു എന്തോ ചെയ്തേനെ? യേശുവിനെ തൊടത്തില്ലായിരുന്നു. എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടായിട്ടല്ലെങ്കിലും ഐ വാസ് ജസ്റ്റ് അയാളുടെ കൈകൾ പിടിച്ചിട്ട് ഐ വാസ് ജസ്റ്റ് എംബ്രേസിങ് ഹിം. യേശുവിന്റെ മനസ്സിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ഹി വാസ് നോട്ട് ജസ്റ്റ് മാറി നിന്നിട്ട്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ അവൻ മാറി നിന്ന് വാക്കുകൊണ്ടല്ല സൗഖ്യമാക്കിയത്. അവനെ കരുണ കാണിക്കുകയാണ്. ആ കരുണ കാണിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? ആ എല്ലാ ജനസമൂഹത്തിന്റെയും മുമ്പിൽ വെച്ച് കുഷ്ഠരോഗിയെ അവൻ സ്പർശിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്ത്? നീ സൗഖ്യമാക എന്ന് പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും അതിന്റെ 40-ാം വാക്യം മുതൽ ഉള്ള വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠരോഗം മാറി അവന് ശുദ്ധി വന്നു. നോക്ക്, കുഷ്ഠരോഗം സൗഖ്യമാകുന്നതിന് മുമ്പ് അവൻ കുഷ്ഠരോഗിയെ തൊട്ടെന്ന് എഴുതിയിരിക്കുന്നത്. ഈ അണ്ടർസ്റ്റാൻഡ്? അല്ലാതെ നമ്മളാണെങ്കിൽ സൗഖ്യമാക്കിയ ചെയ്ത് തൊടത്തുള്ളായിരുന്നു. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് സൗഖ്യമാക്കും. തൊടാൻ പരുവത്തിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തൊടാൻ ചെല്ലത്തുള്ളൂ. പക്ഷെ യേശുവിന്റെ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ മനസ്സലിഞ്ഞു, കുഷ്ഠരോഗിയെ തൊട്ടു. എപ്പോൾ? അവൻ കുഷ്ഠരോഗി ആയിരിക്കുമ്പോൾ തന്നെ തൊട്ടു. തൊട്ടപ്പോഴും അവന് സൗഖ്യമായില്ല. ഈ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? തൊട്ടപ്പോഴും അവന് സൗഖ്യമായില്ല. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. അപ്പോൾ അവന് സൗഖ്യം വന്നു. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ കാണിക്കാൻ കാര്യം? അവന്റെ ശാരീരികമായ വൈകല്യത്തെക്കാൾ ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമെന്ന് പറയുന്നത് മറ്റുള്ളവർ അവനോട് കാണിക്കുന്ന അവജ്ഞയാണ്. അശുദ്ധൻ എന്ന് പറയുന്ന അവന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവനെ സൗഖ്യമാക്കാൻ നേരം അവനെ വെറുതെ സൗഖ്യമാക്കുകയല്ല, വാക്കുകൊണ്ട് സൗഖ്യമാക്കുകയല്ല. He was touching him. He was giving a hand to him. അവന്റെ കൈകളെ അവന് കൊടുക്കുകയാണ്. Hold me, എന്റെ കൈ നീ പിടിക്ക്, എന്നെ പിടിച്ചോ. ഇതേപോലെ തന്നെ സമൂഹത്തിലെ പല ആളുകളും
ഒരു സ്പർശനത്തിനായി കൊതിക്കുന്നവരുണ്ട്. ഞാൻ യേശുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം, സമൂഹത്തിന്റെ ആളുകൾ, സെൻസിറ്റീവായിട്ടുള്ള ആളുകളോട് അവരെ എംബരാസ് ചെയ്യാതെ അവരെ എംബ്രേസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയാന്നുള്ളതാണ്. നമ്മളങ്ങനെ ആളുകളെ എങ്ങനെ എംബ്രാസ് ചെയ്യിക്കത്തേ ഉള്ളൂ, ആളുകളെ എങ്ങനെ ഉപദ്രവിക്കാൻ നോക്കത്തേ ഉള്ളൂ. പക്ഷെ സൊസൈറ്റിയിൽ യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ യേശുവിന്റെ സാന്ത്വന സ്പർശനവുമായിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പ്രതിസന്ധികളിലിരിക്കുന്ന, പ്രയാസത്തിരിക്കുന്ന ആളുകളോട് ഏകീഭവിക്കാനായിട്ട്. കുഷ്ഠരോഗിയെ തൊടുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഇഫ് യു ടച്ച് എ ലെപ്പർ, യു നോ വാട്ട് ഹാപ്പൻസ്. നിങ്ങളും അശുദ്ധനായി തീരുകയാണ്. അപ്പോൾ അവർക്ക് ഒരു സാന്ത്വനം കൊടുക്കാൻ അവരെ പോലെ ശരീരത്തിന്റെ നിലയിൽ അശുദ്ധനാകാനായിട്ട് യേശു സ്വയം തീരുമാനമെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഏത് സമൂഹത്തോട് ഇടപെടുന്നോ അവരോട് ഏകീഭവിക്കാത്തിടത്തോളം കാലം, അവരിൽ ഒരാളാകാത്തിടത്തോളം കാലം ഒരിക്കലും നമുക്ക് യേശുവിന്റെ സ്വഭാവം ഉണ്ടാക്കാനായിട്ട് കഴിയത്തില്ല. ഫാദർ ഡാമിയന്റെ സ്റ്റോറി നിങ്ങൾക്കറിയാമല്ലോ. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന, അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നതായ ഒരു വ്യക്തിയാണ്. എല്ലാ ദിവസവും രാവിലെ കുഷ്ഠരോഗികളെ കൈയും കാലും ഒക്കെ വെച്ച് കഴുകുകയും കെട്ടുകയും എല്ലാം ചെയ്യും. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എല്ലാ ദിവസവും ഇദ്ദേഹം പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. കുഷ്ഠരോഗികളായ എൻ്റെ സഹോദരന്മാരെ, യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നും പറയും. കുഷ്ഠരോഗികളായ എൻ്റെ സഹോദരന്മാരെ, യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങനെ അനേക നാളുകൾ അവരോട് ഒരുമിച്ച് ഈ ഫാദർ ഡാമിയൻ കഴിഞ്ഞു. ഒരു ദിവസം അദ്ദേഹം സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കാൻ നേരം രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു, കുഷ്ഠരോഗികളായ എൻ്റെ സഹോദരന്മാരെ, ഞാൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നത് കുഷ്ഠരോഗികളായ നിങ്ങളെ യേശു സ്നേഹിക്കുന്നുവെന്നാണ്. എന്നാൽ ഇന്ന് ഞാൻ അതിനൊരു വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എല്ലാവരും ചിന്തിച്ചടാ, ഇതെന്തോ വ്യത്യാസം, ഇനി മുതൽ തന്നെ ഞങ്ങളെ ആരും സ്നേഹിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ഇന്നലെ വരെ പറഞ്ഞത് കുഷ്ഠരോഗികളായ നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നെന്നാണ്. എന്നാൽ ഇന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് കുഷ്ഠരോഗികളായ നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു. കുഷ്ഠരോഗികളായ ആ വ്യക്തികളെ പരിചരിച്ച് ഏറ്റവും ഒടുവിൽ ഈ ഫാദർ ഡാമിയൻ ഒരു കുഷ്ഠരോഗിയായി തീരുകയാണ്. അവരിൽ ഒരാളായി തീരുകയാണ്. അവരിൽ ഒരാളായി തീരാനുള്ള മോഹമാണ്, ആ ഒരു ധാരണയാണ്, ആ ഒരു തിരിച്ചറിവാണ് വാസ്തവത്തിൽ നമ്മളെ യേശുവിനെ പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ പോലെ ആകാൻ കഴിയത്തില്ല. എപ്പോഴും നമ്മുടെ ഒരു വലിയ പ്രശ്നം മുകളിൽ നിന്ന് ആളുകളെ താഴേക്ക് നോക്കുന്നവരായി ജീവിക്കാനാണ് നമ്മുടെ മനസ്സെപ്പോഴും ഉള്ളത്. പക്ഷെ ഞാൻ തീർത്തു പറയാം, അങ്ങനൊരു ജീവിതം യേശുവിന്റെ ജീവിതമല്ല. യേശു സമൂഹത്തിലെ ഏറ്റവും അധപ്പതിച്ചവരായ ആളുകൾ, ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പ്രതിസന്ധികളിലാക്കപ്പെട്ടവരായ ആളുകൾ, കുഷ്ഠരോഗികളായ ആളുകൾ, ചുങ്കക്കാരും പാപികളുമായ ആളുകൾ, അവരോടൊക്കെ ഏകീഭവിക്കുവാനായിട്ട്, അവരുടെ ഭാഗമാകാൻ, അവരുടെ പാപത്തിന്റെ ഭാഗമാകാനല്ല, പ്രത്യുത അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരെ സാന്ത്വനിപ്പിക്കുവാൻ, അവരോട് ചേർന്ന് നിൽക്കുവാൻ, അവരെ ഒരിക്കലും ഹർട്ട് ചെയ്യാതിരിക്കാൻ. സങ്കീർത്തനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ. ശരിക്കും ആ വാക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വ്യസനത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് എനി ഹർട്ട്ഫുൾ വേയ്സ് എന്നാണ്. മുറിപ്പെടുത്തുന്നതായ എന്തെങ്കിലും കാര്യങ്ങൾ എന്നിലുണ്ടോ എന്ന് നോക്കി. മറ്റുള്ളവരെയും ദൈവത്തെയും മുറിപ്പെടുത്തുന്നതിന് നമുക്ക് യാതൊരു മടിയുമില്ല. അവിടെ ഒരു പക്ഷേ പ്രധാനമായും പറയും ദൈവത്തെ മുറിപ്പെടുത്തുന്ന കാര്യമായിരിക്കും. പക്ഷേ അതേപോലെ തന്നെ പ്രധാനമാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യസനത്തിനുള്ള മാർഗവും ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്റെ സഹോദരനെ മുറിപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് യേശുവിന്റെ ശിഷ്യനാകുവാൻ എങ്ങനെ കഴിയും? ഒരിക്കലും കഴിയത്തില്ല. ഏതെങ്കിലും നിലയിൽ ഒരു എംബരാസ്മെന്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യം പെട്ടെന്ന് തന്നെ യേശു മറികടക്കുന്നത് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. അത്ഭുതത്തോടെ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ശമരിയാക്കാരി സ്ത്രീയോട് യേശു സംസാരിച്ചപ്പോൾ ആദ്യം അവളോട് ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവൾക്കൊന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് അവൾ നടിച്ചു. കുറെ കാര്യങ്ങൾ, ജീവജലത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇവർക്ക് മനസ്സിലാകാതെ വന്നപ്പോഴത്തേക്ക് യേശു ഇവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. മറ്റൊന്നുമല്ല, യേശു പറഞ്ഞു, അതെ, നിന്നോട് മാത്രമായിട്ട് പറയുന്നില്ല, നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരുക്കാൻ. അപ്പൊ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ലല്ലോ,
അതിനെനിക്ക് ഭർത്താവില്ലല്ലോ വിളിച്ചോണ്ട് വരാൻ. ഉടനെ യേശു കർത്താവ് പറഞ്ഞു, ശരിയാ നീ പറഞ്ഞത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴുള്ളവനെ നിന്റെ ഭർത്താവല്ല. അവൾ ഞെട്ടിപ്പോയി. പക്ഷേ ആ ഞെട്ടല് മറയ്ക്കാൻ അവൾ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവേ, നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ, എൻ്റെ ജീവിതത്തിലെ കാര്യമൊക്കെ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആരാധനയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മളെ ഈ നിങ്ങളൊക്കെ പറയുന്നത് യെരുശലേമിൽ പോയി നമസ്കരിക്കണമെന്നാ, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഇവിടെ ഗെരസീമനില്ല, അതിനകത്ത് ഏതാ ശരി? ഞാനെങ്ങാണോ ആരെന്നേ പറഞ്ഞേനെ, എടി വേല ഇറക്കാതെ നീ പറഞ്ഞതിന്റെ ഉത്തരം ബാക്കി പറയാൻ പറഞ്ഞേനെ. കാര്യം ഇവള് വേല ഇറക്കുക, ശരിക്കും ഇവൾ എന്ത് ചെയ്യാണ്? ശരിക്കും വേല ഇറക്കുകയാണ്. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നു? വളരെ സൗമ്യതയോടുകൂടെ, ആരാധനയുടെ കാര്യമല്ലേ, ശരി ഞാൻ പറഞ്ഞുതരാം. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. നോക്കുക, യേശു അവളെ എംബരാസ് ചെയ്യാനായിട്ട്, അവളെ അവളുടെ ഒരു മനസ്സ് മടുപ്പിക്കുന്ന അവളുടെ ആ ഒരു അവസ്ഥയിൽ അവളെ തകർത്ത് കളയാനല്ല, നിന്ദിതയാക്കുവാനല്ല യേശു കർത്താവ് പരിശ്രമിക്കുന്നത്. ഹി വാസ് സോ സെൻസിറ്റീവ് ടുവേർഡ്സ് പീപ്പിൾ. നമ്മൾ അങ്ങനെയാണോ? നമ്മൾ യേശുവിന്റെ മനസ്സുണ്ടെങ്കിൽ നമ്മളെല്ലാം പറയും, കർത്താവേ നിന്റെ മനസ്സ് എനിക്ക് തരണേ. നമ്മൾ പല സമയത്തും നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് ഉൾപ്പെടെ ആരോടും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാതെ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമോ? വീട്ടിൽ ചെല്ലുമ്പോഴും പറയാം, അവിടെ 2 വർത്തമാനം കൂടെ പറയേണ്ടതായിരുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എങ്ങനെയും ആളുകളെ ഹട്ട് ചെയ്യാനാണ് ഇന്ന് സ്വാഭാവികമായി നമ്മുടെ ഒക്കെ പ്രതീക്ഷ. ഒരാൾ ഒരു സാക്ഷ്യം പറഞ്ഞാൽ അതിന് കുത്തുസാക്ഷ്യത്തിന് പകരം ഉടനെ മറ്റൊരാൾ വേറൊരു സാക്ഷ്യം. നാച്ചുറലി അല്ലേ? ഒരാൾ സാക്ഷ്യം പറഞ്ഞാൽ അതിനപ്പുറത്ത് അതിന് പകരമാണ്. നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ ഇതൊക്കെ. ഓരോ സാക്ഷ്യവും കേട്ട് കഴിഞ്ഞിട്ട് ഒരു സാക്ഷിയെ ഉളവാക്കുന്നു പറയുന്നത് ശരിയാണ്. കാര്യം ഒരു സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഇരുത്തത്തക്ക രീതിയിൽ, താറടിക്കത്തക്ക രീതിയിൽ മറ്റൊരു സാക്ഷ്യം കൂടെ. പണ്ടാണ്ട് ഇങ്ങനെ ഈ മലബാർ ഏരിയയിലൊക്കെ ഈ ബൈബിൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ കുമ്മനാട്ട് ഈ ബൈബിളിന്റെ ഒരു കേന്ദ്രം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, മലബാറുകാർക്കൊക്കെ അറിയാമല്ലോ. അപ്പം മലബാറിൽ നിന്നൊരാള് കുമ്മനാട്ടോട്ട് പോകുന്ന കൂട്ടത്തിൽ ഒരു ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് പോരണമെന്ന് പറഞ്ഞു. അപ്പോൾ ബൈബിൾ വാങ്ങിച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞ് എങ്ങനെ പറഞ്ഞെന്നറിയാമോ? ബ്രദറെ, അവിടെ കുമ്പനാട്ടെ കുത്തുവാക്യമുള്ള ബൈബിൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരണമെന്ന്. ഒത്തുവാക്യം എന്ന് പറഞ്ഞതാ, പക്ഷേ ഒത്തുവാക്യമുണ്ടല്ലോ റെഫറൻസ് ബൈബിൾ. അപ്പൊ ഒത്തുവാക്യമുള്ള ബൈബിൾ എന്ന് പറഞ്ഞാൽ, പക്ഷെ പറഞ്ഞപ്പോ കുത്തുവാക്യം ഒന്നായിപ്പോയി. ഒരു പരിധിവരെ അതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ. ഒത്തുവാക്യമല്ല, പലപ്പോഴും എങ്ങനെയുള്ള വാക്യങ്ങളാണ്? കുത്തുവാക്യങ്ങളാണ്. എന്തുകൊണ്ടാ? നമുക്ക് യേശുക്രിസ്തുവിന്റെ മനസ്സില്ലാത്തവരായതുകൊണ്ടാ, വേറെ ഒന്നുമില്ല. വി ഡു നോട്ട് ഹാവ് എ മൈൻഡ് ഓഫ് ജീസസ്. യേശുവിന്റെ മനസ്സ് ആരെയും വേദനിപ്പിക്കാനുള്ളതല്ല. യേശുവിന്റെ മനസ്സ് എപ്പോഴും സാന്ത്വനിപ്പിക്കാനുള്ളതാണ്. ദൈവത്തിന്റെ മനസ്സിന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അവൻ കുഷ്ഠരോഗിയുടെ കാര്യത്തിൽ അവനെ തൊട്ടു, പിന്നീട് അവനെ സൗഖ്യമാക്കി. കാര്യം അവൻ ആവശ്യമായിരുന്നത് അങ്ങനെ ഒരു സ്പർശനമായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ അങ്ങനെ ചെയ്യുന്നില്ല. 8-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ അവൻ ദുരാത്മാക്കളെ വാക്കുകൊണ്ട് പുറത്താക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളാണെങ്കിൽ ദുരാത്മാക്കളെ ജന്മം ചെയ്ത വാക്കുകൊണ്ട് പുറത്താക്കത്തില്ല. ദുരാത്മാക്കളെ പുറത്താക്കണമെങ്കിൽ നമുക്ക് എല്ലാ കൈക്രിയകളും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. തലമുടിക്ക് പിടിച്ച് കിഴുക്കണം, എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ കാണിച്ചാണ് ഒരു ഭൂതത്തെ പുറത്താക്കുന്നുള്ളതാണ്. ഒരാളുടെ തലമുടിക്ക് പിടിച്ചാൽ പോകുന്നതാണോ ഭൂതം? എന്ത് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? ഞാൻ ഒരു പ്രാവശ്യം ഒരു ക്രൂസൈഡ് നടക്കുന്ന സമയത്ത് രാത്രിയിൽ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ, അത് കഴിഞ്ഞിട്ട് അവരുടെ ഇവാഞ്ചലിസ്റ്റുകളെല്ലാം അവർ തമിഴ് അപ്പം ഒരാള് ഒരുത്തന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് കുത്തിപ്പിടിച്ച് നിർത്തിയിരിക്കുക. എന്നിട്ട് ഭൂതം ഇറക്കുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ചൊല്ലടാ ഭൂതമാകുന്ന ഞാൻ പറഞ്ഞു, ഭൂതമാകുന്ന ഞാൻ, കാളിയാകുന്ന ഞാൻ, മാടനാകുന്ന ഞാൻ പറഞ്ഞു. സാർ മാടനൊന്നും ഇരിക്കാതെ പോയി ചൊല്ലാതല്ല, മാടൻ എടുക്കേ. പറഞ്ഞു മാടനാകുന്ന ഞാൻ എന്നാന്നറിയാം, തലമുടിയെന്ന് പിടിയൊന്നും ഇടണമല്ല, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. എന്തൊരു വേലയിറക്കുകളാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയൊന്നും ഭൂതം പോകത്തില്ലെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ തലമുടിയെ പിടിച്ച് വലിച്ച ഉടനെ ഭൂതം പോവുമെങ്കിൽ എന്ത് ഈസി ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ, ഇല്ലേ?
എന്തിനാ ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്നത്? ഇവിടെ യേശു എങ്ങനെയാ ഭൂതത്തെ പുറത്താക്കിയത്? അവൻ വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി. ഇറ്റ് ജസ്റ്റ് കമാൻഡ്. യു ഹാവ് അതോറിറ്റി. ഭൂതങ്ങളെ പുറത്താക്കുവാൻ നിങ്ങൾക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? അധികാരം ലഭിച്ചിരിക്കുന്നു. അധികാരം. വി ഹാവ് അതോറിറ്റി. അതോറിറ്റി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്? എന്തിനാ പിടിച്ച് തള്ളി താഴെ ഇടുന്നത്? എന്തിനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ഒരാൾ താഴെ വീഴുകയോ വീഴാതിരിക്കുക, ദാറ്റ്സ് സംതിങ് ഡിഫറെന്റ്. എന്തിനാണ് അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടാക്കുന്നത്? അവിടെയൊക്കെ നമ്മളുടെ സെൽഫിനെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. സെൽഫിനെ പ്രൊജക്റ്റ് ചെയ്യാൻ. അവൾ അതല്ല യേശുവിന്റെ മനസ്സെന്ന് പറയുന്നത്. യേശുവിന്റെ മനസ്സ് ഡിഫറെന്റ് ആണ്. യേശുവിന്റെ മനസ്സ് ഓരോ വ്യക്തികളുടെയും ഹൃദയത്തെ തിരിച്ചറിഞ്ഞ് അവരോട് അവരുടെ ഹൃദയത്തിനനുസരിച്ച് ഇടപെടുമ്പോഴാണ് അവന്റെ മനസ്സ് നമ്മളിൽ വെളിപ്പെടുന്നത്. എന്നാൽ അവന്റെ ഹൃദയം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹാർട്ട്, ദാറ്റ് ഈസ് ഇമോഷൻസ്. I certainly believe that Jesus had emotions. യേശുവിന് എന്താണ്? അവൻ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ യാതൊരു മടിയും ഉണ്ടായിരുന്ന ആളല്ല. യാതൊരു മടിയും. മറ്റ് റിലീജിയസ് ലീഡേഴ്സ് ഒക്കെ അങ്ങനല്ല. മറ്റ് റിലീജിയസ് ലീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു ചിന്ത തന്നെ എന്താണ്? രജനീഷിന്റെ ദ ഗൂസ് ഈസ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജിനകത്ത് ഞാൻ ഒരിക്കൽ കേട്ടതാണ്. എവറി റിലീജിയസ് പീപ്പിൾ ദേ ആർ ലോങ് ഫേസ്ഡ്. ഇങ്ങനെ എന്താണ്? വലിയ ഗൗരവത്തിലേ ഇരിക്കത്തുള്ളൂ. വലിയ ഗൗരവത്തിൽ എന്നുവെച്ചാൽ ചിരിക്കത്തില്ല, കരയത്തില്ല. മനുഷ്യനെ എന്താണ്? അതൊക്കെ ഭയങ്കരമായിട്ട് അവന്റെ ആത്മീയതയെ മുഴുവൻ ബാധിക്കുന്ന ഘടകമാണെന്നുള്ള നിലയിലാണ്. ബട്ട് ജീസസ് വാസ് എ കൂൾ ഗായ്. യേശു ഭയങ്കര കൂളായിരുന്നു. നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന അതാണ്. നമ്മൾ അത്ര വലിയ വേലയിറക്കൊന്നും വേണ്ട. ആത്മീയത അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും വീർത്തു കൂർത്ത മുഖവുമായിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. When you feel cry, then you just cry. If you feel happy, just smile. ചിരിക്കാതിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ ചിന്ത ചിരിച്ചാൽ ആത്മീയം പോകും. എന്താ? മുഖം വീർപ്പിച്ചിരുന്നാലേ ആത്മീയം ഉണ്ടാകത്തുള്ളൂ. ഈ മുഖം കണ്ടിട്ട് ആളുകൾ പിന്നെയും വിശ്വാസത്തിലേക്ക് വരുന്നല്ലോ എന്നാണ് എന്റെ അത്ഭുതം. അത് തന്നെ ദൈവത്തിന്റെ ഒരു വലിയൊരു കരുണയാണ്. Why don't you just smile at people? മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റാ പുഞ്ചിരിക്കാനുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇല്ലേ? ബാക്കിയുള്ള എന്ത് പുഞ്ചിരിച്ചു കഴിഞ്ഞാലും മിക്ക സമയത്തും അത് എന്താണ്? കുരങ്ങ് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് അറിയത്തില്ലേ? പക്ഷെ God has given you a special ability. അതാണ് ഒരു കൈൻഡ് ഓഫ് സ്മൈൽ. Just smile at people. ആളുകളെ കണ്ടൊന്ന് പുഞ്ചിരിക്കുക. Because Jesus was like that. അവൻ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ മനസ്സുള്ളവനായിരുന്നു. അവൻ ഒരിക്കലും, ഹി വാസ് എ മാൻ. അവൻ ഒരു പൂർണ്ണ മനുഷ്യനായി മനുഷ്യന്റെ വികാരങ്ങളോടുകൂടെ അവരുടെ സ്നേഹത്തിൽ, അവരുടെ സന്തോഷത്തിൽ, ഹി വാസ് ലവിങ് പീപ്പിൾ, ഹി വാസ് സ്മൈലിംഗ് അറ്റ് പീപ്പിൾ. ഈവൻ ഹി വാസ് സിംഗിങ്, അല്ലേ? പാട്ടുമൊക്കെ പാടി. അവർ ഒരു സ്തോത്രഗീതം പാടി ഒലിമലയ്ക്ക് പോയെന്നാ പറഞ്ഞത്. സ്തോത്രഗീതം പാടി, വാസ് പ്രൈസിങ്, ആനന്ദിച്ച്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുന്നതായ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം, അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 10-17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബാധകളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനത്രേ സന്തോഷിപ്പീൻ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. നോക്കുക, ഒരു ശിഷ്യന്മാരുടെ വിജയത്തിൽ കർത്താവ് എന്ത് ചെയ്യാണ്? ആഹ്ലാദിക്കുകയാണ്. അല്ലാതെ ഓക്കെ, ഭൂതം പുറത്താക്കിയല്ലേ, അതിനെന്താ ഇപ്പൊ വലിയ പ്രശ്നം, എത്ര വലിയ കാര്യം പറയാനെന്തോ അതിന്, ഞാൻ പറഞ്ഞില്ലേ ഭൂതം പുറത്താകുമെന്ന് എന്നാണ് പറയുന്നത്. അല്ല, അവർ പോയി ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഹി വാസ് അപ്രീഷിയേറ്റിംഗ് പീപ്പിൾ. വെറുതെ അപ്രീഷിയേറ്റ് ചെയ്യുന്നല്ല, അവൻ തന്നെ എന്ത് ചെയ്തു? ആത്മാവിൽ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അതാണ്, ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്. So if you are truly following Jesus, you have joy in the Holy Spirit. You have joy.
അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തോ. എന്താ പ്രശ്നം? അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന എന്തിനാ? നമ്മളുടെ ആ ഒരു ചിന്താഗതി മാറണം. God wants us to see that we are enjoying the Holy Spirit, enjoying the Christian life, enjoying Jesus, and we are smiling at people. We are really being with people. ശിഷ്യന്മാരുടെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നവനായ കർത്താവ്. ഇതേ കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന സമയത്ത് അവിടെ എന്താ കാണുന്നത്? അതിന്റെ 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ അവൾ കരയുന്നതും അവനോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. നോക്ക്, ശിഷ്യന്മാരുടെ ചെറിയ വിജയത്തിൽ, അതൊന്നും വലിയ വിജയമൊന്നുമല്ല. യേശുവിന് എന്തോന്ന് വിജയം? ഭൂതങ്ങൾ പുറത്താകുന്നതല്ല യേശുവിന് വലിയ വിജയം വല്ലതുമാണ്? ഒന്നുമല്ല. ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. പക്ഷെ ശിഷ്യന്മാരുടെ സന്തോഷത്തിൽ കർത്താവ് എന്ത് ചെയ്യുന്നു? ആഹ്ലാദിക്കുന്നു. അവരുടെ ചെറിയ വിജയത്തിൽ പോലും ആഹ്ലാദിക്കുന്നു. എന്ന് തന്നെയല്ല, അവന്റെ സ്നേഹിതരുടെ ഓരോ ചെറിയ പ്രയാസത്തിലും അവൻ ഉള്ളം നൊന്ത് കലങ്ങി. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ വന്ന് കാണിക്കുന്നവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. നോക്ക്, യേശു കണ്ണുനീർ വാർത്തു. He was crying. Even Jesus cried. Jesus wept. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ, കരുണാനിധി. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ, കരുണാനിധി. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ, കരുണാനിധി. എന്നുവരെ കാണും ശൂന്യാവസ്ഥ, ഉയരത്തിൽ നിന്നാത്മം പകരുവോളം. എന്നുവരെ കാണും ശൂന്യാവസ്ഥ, ഉയരത്തിൽ നിന്നാത്മം പകരുവോളം. അന്നു വനാന്തരമുദ്യാനമായി മാറും, ഉദ്യാനം വനമായി. അന്നു വനാന്തരമുദ്യാനമായി മാറും, ഉദ്യാനം വനമായിടും. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ, കരുണാനിധി. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ, കരുണാനിധി. എത്ര നാളായി ഞങ്ങളാർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നങ്ങു കാത്തിരിപ്പൂ. എത്ര നാളായി ഞങ്ങളാർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നങ്ങു കാത്തിരിപ്പൂ. ഇത്ര നാളായും ഈ ലോകം കാണാത്ത ആത്മശക്തിയയക്കേണമേ. ഇത്ര നാളായും ഈ ലോകം കാണാത്ത ആത്മശക്തിയയക്കേണമേ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ, കരുണാനിധി. മനസ്സലിവിൻ മഹാദൈവമേ, കനിയ
കനിയണമേ കരുണാനിധേ. അന്ധകാരം ഭൂമിയെ മൂടുന്നു, അന്ത്യലക്ഷ്യങ്ങളും കണ്ടിടുന്നേ. അന്ധകാരം ഭൂമിയെ മൂടുന്നു, അന്ത്യലക്ഷ്യങ്ങളും കണ്ടിടുന്നേ. എന്തിനീ ആലസ്യം നാം അങ്ങൊരുങ്ങുക കാന്തനെ കാൺമതിനായി. എന്തിനീ ആലസ്യം നാം അങ്ങൊരുങ്ങുക കാന്തനെ കാൺമതിനായി. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണ